പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ തിരുനാളിനോടനുബന്ധിച്ചുള്ള നൊവേനയുടെ 2ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ നൊവേന മധ്യേ നമ്മൾ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിയോഗം എല്ലാ വൈദികർക്കും വേണ്ടിയാണ്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന എല്ലാ പ്രിയ അച്ഛന്മാരെയും നമുക്ക് ഓർക്കാം. പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ ശക്തമായ മാധ്യസ്ഥം അവർക്കുണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നൊവേനയിൽ ഭക്തിപൂർവം നമുക്ക് പങ്കുകൊള്ളാം. നമ്മളിന്ന് ധ്യാനിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 19-ഉം 52-ഉം തിരുവചനങ്ങളാണ്. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരുന്നു. അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് പരിശുദ്ധ അമ്മ, പരിശുദ്ധ കർമ്മല മാതാവ് എപ്രകാരമാണ് തിരുവചനം ഉൾക്കൊണ്ടതും തിരുവചനം ധ്യാനിച്ചതും തിരുവചനം ജീവിച്ചതുമെന്നുമാണ്. പരിശുദ്ധ മാതാവ് വചനം വായിച്ചത് ക്രിസ്തുവിനെ കണ്ടുകൊണ്ടാണ്. പരിശുദ്ധ മറിയം തിരുവചനം വായിച്ചതും പഠിച്ചതും ജീവിച്ചതുമെല്ലാം ക്രിസ്തുവിനെ കണ്ടുകൊണ്ടാണ്. പരിശുദ്ധ മാതാവ് ഈശോയെ വായിക്കുകയായിരുന്നു. ഈശോയുടെ സാന്നിധ്യത്തിൽ പരിശുദ്ധ അമ്മ നസ്രത്തിലെ തിരുക്കുടുംബത്തിൽ അനുദിനം ക്രിസ്തുവാകുന്ന വചനത്തെ വായിക്കുകയും ധ്യാനിക്കുകയും ജീവിക്കുകയും ചെയ്യുകയായിരുന്നു. ക്രിസ്തുവിനെ വായിക്കുകയായിരുന്നു പരിശുദ്ധ കന്യകാമറിയം. ക്രിസ്തുവിനെ ധ്യാനിക്കുകയായിരുന്നു പരിശുദ്ധ അമ്മ. ക്രിസ്തുവിനെ ജീവിക്കുകയായിരുന്നു പരിശുദ്ധ കന്യകാമറിയം. ക്രിസ്തുവിനെ വായിക്കുമ്പോൾ, ഈശോയെ അടുത്തറിയുമ്പോൾ, ആ വചനത്തെ തൻ്റെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയം കുരിശോളം ഈശോയെ അനുധാവനം ചെയ്യുന്നു. ഈശോയെ വ്യക്തമായി വായിച്ച ഈശോയെ ധ്യാനിച്ച ഈശോയെ ജീവിച്ചതിൻ്റെ ഫലമാണ് പരിശുദ്ധ കന്യകാമറിയം കുരിശിൻ ചുവട്ടിൽ വെച്ച് ഈശോയുടെ ബലി പൂർത്തീകരിച്ചത്. നമ്മളിന്ന് പരിശുദ്ധ കർമ്മല മാതാവിൽ ധ്യാനിക്കുമ്പോൾ, പരിശുദ്ധ കർമ്മല മാതാവ് വചനം ക്രിസ്തുവിൽ നിന്ന് പഠിക്കുകയും ക്രിസ്തുവിൽ നിന്ന് വായിച്ചെടുക്കുകയും ചെയ്ത വലിയ വിശുദ്ധിയുടെ ഉദാഹരണമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയെ കുരിശോളം വചനത്തിലൂടെ അനുധാവനം ചെയ്യുവാൻ സാധിച്ചത്. വചനം ധ്യാനിക്കുക, വചനം വായിക്കുക, വചനം ജീവിക്കുക. ഇതിനർത്ഥം ക്രിസ്തുവിനെ വായിക്കുക, ക്രിസ്തുവിനെ അടുത്തറിയുക, ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുക എന്നതാണ്. വചനം വായിക്കുകയും ധ്യാനിക്കുകയും ജീവിക്കുകയും ചെയ്യുമ്പോൾ ക്രിസ്തുവിനെ വായിക്കുന്നു, ക്രിസ്തുവിനെ അടുത്തറിയുന്നു, ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്നു. ഈ തിരുവചനത്തിൻ്റെ ശക്തിയിലാണ് പരിശുദ്ധ കർമ്മല സഭയും പരിശുദ്ധ കർമ്മല സഭയുടെ വളർച്ചയും ആയിരിക്കുന്നത്. ആയതിനാൽ പ്രിയപ്പെട്ടവരെ,
പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ വായിക്കുവാൻ, ഈശോയെ അടുത്തറിയുവാൻ, ഈശോയെ അനുധാവനം ചെയ്യുവാൻ, എല്ലാ ദിവസവുമുള്ള തിരുവചന വായനയിലൂടെ ഈശോയെ അറിയുവാൻ, ഈശോയെ ധ്യാനിക്കുവാൻ, ഈശോയെ അനുധാവനം ചെയ്യുവാനുള്ള വലിയ കൃപ പരിശുദ്ധ കർമ്മല മാതാവ് കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നേടിത്തരട്ടെന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകളടക്കാം. നമ്മുടെ ഇന്നത്തെ നിയോഗം സമർപ്പിക്കാം. എല്ലാ വൈദികരെയും തിരുവചനത്താൽ നയിക്കട്ടെ എന്ന്, തിരുവചനത്തിൻ്റെ ശക്തിയാൽ എല്ലാ വൈദികരും അവരുടെ സ്നേഹശുശ്രൂഷകൾ ചെയ്യട്ടെ എന്നും പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ ശക്തമായ മാധ്യസ്ഥം എല്ലാ വൈദികർക്കും അനുഭവവേദ്യമാകട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.